بسم الله الرحمن الرحيم بسم الله الرحمن الرحيم وأقيموا الصلاة وآتوا الزكاة وأطيعوا الرسول لعلكم ترحمون. അത് ഇന്നലെ ചെന്ന പോലെ അതേ ആയത്ത് അതേ വിഷയം. വഅഖീമുസ് സ്വലാത്ത വആത്തുസ് സക്കാത്ത വഅതിഉർ റസൂൽ, നിങ്ങൾ നിസ്കാരത്തെ നിലനിർത്തുക, നിങ്ങൾ സക്കാത്ത് കൊടുക്കുക, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കുക. എന്തിനാണത്? തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടാൻ വേണ്ടി, നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യപ്പെടാൻ വേണ്ടി. റജാ റഹ്മത്തീന്ന്, റഹ്മത്തിനെ ആഗ്രഹിച്ചതിന് വേണ്ടി, റഹ്മത്ത് കിട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ തറജ്ജി എന്തുള്ളത്? അത്തറജ്ജി ഫിൽ ഖുർആനി ബിമിൻസിലത്തി തഹ്ഖീഖിയ, കിട്ടും, ഉറപ്പാണ്. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുസരിച്ചാൽ എന്ത് കിട്ടും? لا تحسبن الذين كفروا معجزين في الأرض ومأواهم النار ولبئس المصير. لا تحسبن, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം നിങ്ങൾ വിചാരിക്കണ്ട. ബിൽ ഫഹ്ഖാനിയത്തി അല്ലേ, വത്തഹ്താനിയത്ത് രണ്ടും ഉണ്ട്. വൽ ഫായിലു അർ റസൂൽ, ഫായിലാരാണ്? നിങ്ങൾ വിചാരിക്കണ്ട ആരെ? അല്ലദീന കഫറു, അവിശ്വാസികളായ ആളുകളെ. അവർ ലന, ഞങ്ങളെ അശക്തമാക്കുന്നവരാണെന്ന് വിചാരിക്കണ്ട. ഞങ്ങൾക്കെന്തും തീരാവൂർ ഞങ്ങൾ ഇതാക്കുമെന്ന് വിചാരിക്കണ്ടെന്ന്. ഭൂമിയിൽ അതെങ്ങനെ ബിയഫൂത്തൂന, അല്ല ഞങ്ങൾക്കവർ നഷ്ടപ്പെടും, ഞങ്ങളെ കൈക്ക് കിട്ടാതെ പോവും അവർ, അങ്ങനെ വിചാരിച്ചിട്ടുണ്ട. അവരുടെ അഭയസ്ഥലം മർജിഉ, അവരുടെ മടക്കസ്ഥലം അന്നാറു, ഏതാണ്? വലബിഇസൽ മസീർ, ആയിത്തീരുന്ന സ്ഥലം വളരെ മോശമാണ്. മഖ്സൂസും ബിദ്ദമ്മാകുന്നത് നരകമാണ്. അൽ മർജിഉ ഹിയ, മസീറിന്റെ അർത്ഥം മർജിയാണ്, പോയിത്തീരുന്ന അല്ലെങ്കിൽ മടക്കസ്ഥലം വളരെ മോശമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലിയസ്തഅ്ദിൻകുമുല്ലദീന മലക്കത് അയ്മാനുകും വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമ മിൻകും സലാസ മർറാത്തിൻ മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്ർ വഹീന തളഊന സിയാബകും മിനൽ ളഹീറ ومن بعد صلاة العشاء ثلاث عورات لكم ليس عليكم ولا عليهم جناح بعدهن طوافون عليكم بعضكم على بعض كذلك يبين. എന്തു പറഞ്ഞു? വല്ലദീന യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലിയസ്തഅ്ദിൻകും, നിശ്ചയം നിങ്ങളോട് സമ്മതം ചോദിക്കട്ടെ. അല്ലദീന, ഒരു കൂട്ടർ. ഏത് കൂട്ടർ? മലക്കത്ത് ഐമാനുക്കും, അവരെ നിങ്ങളെ കൈകൾ മിൽക്കാക്കിയിരിക്കുന്നു, അതായത് നിങ്ങളുടെ അണ്ടറിലുള്ള അടിമകൾ. സമ്മതം ചോദിക്കണം. അതാ മുതലജിബുന ഉമർ ഇബ്നുൽ ഖത്താബ് യദു ഫദഅ വജൗനായിമൻ ഫദഖലൂന വനാദ വദഖല വസ്തഖല ഉമർ ഫഖാല ഉമർ തൻഹാ ബനാന സദാ. ഈ ആയത്തിറങ്ങാൻ കാരണം ഇപ്പം എന്തു പറയുന്നത്? സമ്മതം ചോദിക്കണമെന്ന് വരുമ്പോൾ മുന്നേർക്ക് പറഞ്ഞല്ലേ, ഏതാളും വീട്ടിലേക്ക് വരുമ്പോൾ സമ്മതം ചോദിക്കണം. ഇതുപോലെ സ്പെഷ്യലായ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുട്ടി, അൻസാറുകളിൽപ്പെട്ടൊരു ഗുലാമിനെ, മുദ്ലജ് ഇബ്നു അംർ എന്നാണ് പേര്, ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് അയച്ചു. ഉമർ റളിയല്ലാഹു അൻഹു വിളിക്കാൻ വേണ്ടി പോയി വിളിച്ച് നോക്കുമ്പോൾ ഇറങ്ങുന്നു, ഡോർ അടിച്ചിട്ടുണ്ട്. ബാബു ഡോർ മുട്ടി, വിളിച്ചു, കടന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഉണർന്നു. അപ്പോൾ എന്ത്, ശരീരത്തിൻ്റെ ഔറത്ത് കുറച്ച് ഓപ്പണായി. അങ്ങനെ പറഞ്ഞു, നേരെ പോകാൻ പാടില്ല ഉള്ളിലേക്ക്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വദിത്തു അന്നല്ലാഹ നഹാ അബ്നാഅനാ വനിസാഅനാ വഖദമനാ യദ്ഖുലു അലൈനാ ഫീ ഹാദിഹി സഅത്തി ഇല്ലാ ബിഇദ്ൻ. ഈ സമയങ്ങളിലെല്ലാം സമ്മതം കൊണ്ടല്ലാതെ വരാതിരിക്കലിനെ തൊട്ടു അള്ളാഹു വിരോധിച്ചിനെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. മക്കളെ, ഭാര്യമാർ, സ്വന്തം ആളുകൾ തന്നെ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോയി നോക്കുമ്പോൾ ഈ ആയത്തിറങ്ങി. ഫഖറ സാജിദൻ, അള്ളാഹു എനിക്ക് ശുക്രായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു സുജൂദ് ചെയ്തു. അപ്പം അങ്ങനെ ഉണ്ട്. മുവാഫഖാത്ത് ഉമർ, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് യോജിച്ച കുറേ ആയത്തുകളുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു വിചാരിക്കുമ്പോൾ ആയത്തിറങ്ങും ഖുർആന്റെ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലിയസ്തഅ്ദിൻകും, നിശ്ചയം നിങ്ങളോട് സമ്മതം ചോദിക്കട്ടെ. ആര്? ഒരു കൂട്ടർ. മലക്കത്ത് ഐമാനുക്കും, അവരെ നിങ്ങളെ കൈകൾ, അതാരാൽ? മിനൽ അബീദി, അടിമകളാൽ, പിന്നെ അടിമപ്പെണ്ണുങ്ങളാൽ. ഒരു കൂട്ടറും. ഏത് കൂട്ടർ? ലം യബ്ലുഗുൽ ഹുലുമ മിൻകും, നിങ്ങളിൽ നിന്നവർ പ്രായപൂർത്തി എത്തിച്ചിട്ടില്ല. എന്തെത്തിച്ചിട്ടില്ല? മിനൽ അഹ്റാരി, അതാര്? സ്വതന്ത്രന്മാർ തന്നെ. പക്ഷെ അറഫു അംറൻ നിസാ, പെണ്ണുങ്ങളെ കാര്യത്തെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്.
ഔറത്തേത് അല്ലാത്ത വിഷയം അറിയും. പ്രായവൃത്തിയൊന്നും ആയിട്ടില്ല അവർ. സലാസ മറാത്തിൻ 3 വട്ടം ഐ ഫി സലാസത്തി ഔഖാത്തിൻ എത്ര സമയങ്ങളിൽ സമ്മതം ചോദിച്ചിട്ട് പോട്ടെന്ന്. അടുത്ത ആളുകൾ തന്നെ കൂടെയുള്ളവർ തന്നെ. പക്ഷെ ഈ 3 സമയങ്ങളിൽ പ്രത്യേകം സമ്മതം വേണം. ഏതാണത്? ഒന്ന് ഫജ്ർ നിസ്കാരത്തിന് മുമ്പാണ്. എപ്പോ? ഫജ്ർ. കാരണം അത് വർക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയമാണ് അല്ലേ. എന്നിട്ട് വസ്ത്രമെല്ലാം മാറുന്ന സമയമാണ് അത്. അപ്പോൾ ആ സമയത്ത് പോണ്ട. പിന്നെ നിങ്ങൾ വസ്ത്രം വെക്കുന്ന സമയം, അതായത് ഒരു ഉറങ്ങാൻ പോവും. ഇപ്പോൾ അത് ഐ വക്തൽ ലുഹുരി എന്ന് പറയും. ആ കയ്യിലുള്ളത്തിന് വർക്കെല്ലാം ഉറങ്ങാൻ പോകുന്ന സമയം. അപ്പം അതായത് വസ്ത്രം മാറും. അപ്പം നല്ല വസ്ത്രം മാറിയിട്ട് വേറെ വസ്ത്രം ഇടും. പിന്നെ ഒന്ന് ഇശാ നിസ്കാരത്തെ അപ്പോൾ വസ്ത്രം ഒഴിവാക്കുന്ന സമയമാണ്. ഫിറാഷിൽ ബെഡിൽ ഉറങ്ങുന്ന സമയമാണ്. സലാസു ഔറാത്തില്ലക്കും, ഇത് നിങ്ങളുടെ 3 ഔറത്തുകളാണ്, 3 സമയങ്ങളാണ് എന്നർത്ഥം. ബിറഫി ഖബർ മുതയിൻ മുഖദ്ദരിൻ ബഅദഹു മുലാഫുൻ, അതിനുശേഷം എന്തുണ്ട്? മുലാഫുണ്ട്. വഖാമൽ മുലാഫിലൈ മഖാമഹു, മുലാഫിലൈ അതിന്റെ സ്ഥാനത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഐ ഹിയ ഔഖാത്തുൻ എന്നാണ്. ഹിയ ഇതാകുന്ന ഔഖാത്തുൻ സമയങ്ങളാണ്. വബിൻ നസ്ബി നസ്ബ് കൊണ്ടുണ്ട്. വി തഖ്ദീർ ഔഖാത്തിൻ, ഔഖാത്തിനെ സങ്കല്പിക്കൽ കൊണ്ട്. അപ്പൊ എങ്ങനെ? മൻസൂബൻ ബദലൻ മാ ഖബ്ലഹു, അല്ലെ, മുമ്പുള്ളതിന്റെ മഹല്ലിൽ നിന്ന് ബദലായിട്ട്. കാമൽ മുലാഫിലി മഖാമഹു, മുലാഫിലി അതിന്റെ സ്ഥാനത്തിൽ നിന്ന്. അപ്പൊ എങ്ങനെ? വഹിയ ലി ഇൽഖാഇ സിയാബ്, അത് വരെ. അപ്പൊ സലാസു ഔറാത്തിന്ന ഇപ്പോൾ ഉള്ള 3 സമയങ്ങളാണ് എന്നർത്ഥം. അല്ലെങ്കിൽ സലാസ ഔക്ക. അപ്പൊ നേരത്തെ ഉണ്ടായത് ഹിയ ഔക്കാത്തു എന്നല്ലേ. അവിടെ ഐ ഫൽ അസ്ലു ഔക്കാത്തു സലാസി ഔറാത്തിന്ന 3 ഔറത്തുകളുടെ സമയങ്ങളാണ്. ഇതാകുന്നത് 3 ഔറത്തുകളുടെ സമയങ്ങളാണ്. മുലാഫിനെ കളഞ്ഞു. ഔക്കാത്ത് എന്ന മുലാഫിനെ സലാസിനെ അതിന്റെ സ്ഥാനത്തിൽ നിർത്തി. അതാ പറഞ്ഞു. ഔക്കാത്തിനെ കളഞ്ഞിട്ട് ഡയറക്റ്റ് സലാസ് എന്ന് കൊടുത്തു. നസ്ബ് കൊണ്ട് വായിച്ചു അല്ലെ. അപ്പൊ എങ്ങനെ? സലാസ ഔറാത്തിൻ, സലാസ ഔറാത്തിൻ. അപ്പൊ ഔക്കാത്ത സലാസ ഔറാത്തിൻ അല്ലേ. അപ്പൊ നേരത്തെ ഔക്കാത്തു സലാസി ഔറാത്തിൻ അല്ലേ. ഇപ്പൊ ഔക്കാത്ത സലാസി ഔറാത്തിൻ 3 ഔറത്തുകളുടെ സമയത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അറിഞ്ഞ? പിന്നെ വായിക്കുന്നക്ക ഒമിമ്പാഴി സലാത്തിൽ നോക്കാക്കിട്ടോ ജമൽ. ഒമിമ്പാഴി സലാത്തിൽ ഇശാ സലാസു ഔറാത്തിൽ ലക്കും. പിന്നെ വഹിയ ഇർക്ക് വഹിയ ലിഇൽഖാഇ സിയാബി തബ്ദു ഫീഹൽ ഔറാത്ത്. അല്ലാഹു റബ്ബി. വഹിയ ഇത് വസ്ത്രങ്ങൾ ഇടാൻ വേണ്ടിയാണ് ഈ 3 സമയങ്ങൾ. വസ്ത്രം താഴെ വെക്കും. തബ്ദു ഫീഹൽ ഔറാത്തു, അതിൽ ഔറത്തുകൾ വെളിവാകും. മറിഞ്ഞു നിൽക്കേണ്ട സ്ഥലങ്ങളെല്ലാം വെളിവാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മിംബാദി സ്വലാത്തിൽ ഫജ്ർ വമിംബാദി സ്വലാത്തിൽ ഇശാ. പിന്നൊന്നിപ്പ വഹീന ഈ 3 സമയങ്ങളിൽ പോണ്ടെന്ന് പറഞ്ഞത്. അറിഞ്ഞ? അത് ഐ ഹിയ ഔക്കാത്തുൻ, അതേ ഉള്ള മാത്രം. ഔക്കാത്തു സലാത്തി ഔറാത്തിന്നാണ്. ഖൗലുമാ ഖബ്ലഹു വൽളുറൂഫു സലാസ, മുമ്പുള്ളത് ഏതാണ്? 3 ഔറത്തുകൾ, 3 ലർഫുകളാണ്. അതെ, മാ ഖബ്ലഹുവിന്റെ മഹല്ലിൽ നിന്ന് ബദലായിട്ട്. അപ്പോ സലാസ മറാത്തി എന്നല്ല പറഞ്ഞത്, 3 വട്ടം. ഒന്ന് മൻസൂബുൻ അലൽ ലർഫി സമാനിയാണ്. ഈ സലാസത്ത ഔഖാത്തിന്നാണ് 3 സമയങ്ങൾ. പിന്നെ ആ സമയങ്ങളെ വിശദീകരിച്ച് ഒന്ന് മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്ർ വഹീന തളഊന സിയാബക്കും മിനൽ ലഹീറ വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ. ഈ 3 സമയം സലാസു ഔറാത്തിൽ ലക്കും, അത് നിങ്ങളുടെ 3 ഔറത്തുകളാണ്. അല്ലെങ്കിൽ സലാസ ഔറാത്തിൽ ലക്കും, നിങ്ങളുടെ 3 ഔറത്തിന്റെ 3 സമയങ്ങളിൽ. അവിടെ ഔക്കാത്താന്ന് സങ്കല്പിക്കണം, ഇറാബ് നസ്ബപ്പ. ആ സമയങ്ങളിൽ സമ്മതം ചോദിക്കട്ടെ എന്നർത്ഥം. പിന്നെ വഹിയ ആ 3 സമയങ്ങളാണ്, അതിലാണ് ഔറത്തുകൾ വെളിവാവുക. പിന്നെ വഹിയ അത് വസ്ത്രം ഇടാൻ വേണ്ടിയാണ്. തബ്ദു ഫിഹൽ ഔറാത്ത്, ഔറാത്തുകൾ വെളിവാകും അങ്ങനത്തെ സമയമാണത്.
പിന്നെ ലൈസ അലൈക്കും നിങ്ങളുടെ മേൽ തെറ്റില്ല, വല അലൈഹിം അവരുടെ മേലും ഇല്ല. അതാ അൽ മമാലിക്ക് വസ്സുബിയാൻ എന്തില്ല, തെറ്റില്ല. എന്തിൽ? നിങ്ങളെ മേൽ കടക്കുന്നതിൽ. എന്തുകൂടാതെ? സമ്മതം കൂടാതെ. എപ്പോ? ഈ 3 സമയങ്ങൾക്ക് ശേഷം. ഐ സലാസത്തി ഹും അവർ തവാഫൂന അലൈക്കും നിങ്ങളെ മേൽ ചുറ്റുന്നവരാണ് നിങ്ങളുടെ അടുത്ത്. ലിൽ ഖിദ്മ എന്തിനു വേണ്ടി? അത് ഒരാവശ്യം നിങ്ങൾക്കുണ്ട്, വരണ്ടെന്ന് പറയാൻ പറ്റൂല. നിങ്ങളിൽ നിന്ന് ചിലരുടെ മേൽ ചുറ്റുന്നവരാണ്. വൽ ജുംലത്തു ഈ പറഞ്ഞ ബഅദുക്കും മിൻ ബഅദ് മുഅക്കിദത്തുൻ ലിമാ ഖബല മുമ്പ് അതേലെ പറഞ്ഞ് അതിനെ തൈക്കീദാക്കുന്നതാണ്. കദാലിക ഇപ്രകാരം. എപ്രകാരം? കമാ ബുയ്യിന മാ ദുക്കിറ ഈ പറയപ്പെട്ടതിനെ വിശദീകരിക്കപ്പെട്ടതുപോലെ യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാതി അൽ അഹ്കാമ ഹുക്മുകളെ അല്ലാഹു വിശദീകരിക്കുന്നു നിങ്ങൾക്ക്. വല്ലാഹു അലീമുൻ അല്ലാഹു അറിയുന്നവനാണ് ബി ഉമൂരി അവന്റെ സൃഷ്ടികളുടെ കാര്യങ്ങളെ. ഹക്കീമുൻ ബിമാ ദബ്ബറഹു ലഹും അവർക്കവൻ നിയന്ത്രിച്ചു കൊടുത്തതുകൊണ്ട് അവൻ വലിയ ഹിക്മത്തുള്ളവനാണ്. ആർക്ക് എങ്ങനെ എന്ത് എപ്പോ വേണമെന്ന് അവൻ അറിയാം. അതാ പറഞ്ഞേ. പിന്നെ ഇസ്തിദാൻ ഈ സമ്മതം ചോദിക്കണമെന്ന ആയത്ത് തീല പറയപ്പെട്ടു മൻസൂഖത്തുൻ. അതെന്താണ്? അതിന്റെ ഹുക്കുമ മായ്ക്കപ്പെട്ടതാണ്. മൻസൂഖ് എന്ന് പറഞ്ഞാൽ മനസ്സിലായ ആയത്തുണ്ട്, എന്തില്ല ഇപ്പ വിധില്ല. അപ്പൊ പറഞ്ഞ അപ്പൊ ഒരു ചോദ്യം വന്നു. ഇറാഖികളിൽപ്പെട്ട ഒരു സംഘം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ ആയത്തിനെ പറ്റി നിങ്ങൾ എന്ത് പറയുന്നു? അള്ളാഹു കൽപ്പിച്ചിന്, ഇപ്പൊ ആരങ്ങനെ ചെയ്യലില്ലല്ല ആ സമയത്ത്. അപ്പൊ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹു അലീമുൻ റഹീമുൻ ബിൽ മുഅ്മിനീൻ യുഹിബ്ബുസ് സത്ര. അള്ളാഹു വലിയ ഹലീമാണ്, റഹീമാണ്. അവൻ മറയെ ഇഷ്ടപ്പെടുന്നു. മറക്കട്ടെ, ആളുകൾ ഇങ്ങനെ ആവണ്ട. ആളുകളെ അവരുടെ വീട്ടിലേക്ക് ബിരി അത് എന്തും ഇല്ല, ഓപ്പണായിരുന്നു. ഖാദിമു കുട്ടി കടന്നാൽ നേരെ കാണും. ഇപ്പൊ ബിരിയും കാര്യങ്ങളെല്ലാം വന്നു, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല. അതാ പറഞ്ഞു. അപ്പൊ അതിന് പ്രൊട്ടക്ഷൻ എന്താക്കി അവരെടുത്തു. അതുകൊണ്ടാ പറഞ്ഞു മൻസൂഖ്. പിന്നെ പറഞ്ഞില്ല എന്തല്ല മൻസൂഖ് അല്ല, മൻസൂഖ് എന്തോ അല്ല, ജനങ്ങളതിന് ശ്രദ്ധയില്ലാതെ വിട്ടതാണെന്ന് അതിന്റെ അർത്ഥം. വലാക്കിൻ തഹാവനന്നാസു ജനങ്ങൾ അതിന് സാരമില്ലാതെയായി കണ്ടു. എന്തിൽ? സമ്മതം ഒഴിവാക്കുന്നതിൽ. വഇദാ ബലഗൽ അത്ഫാലു മിൻകുമുൽ ഹുലുമ ഫല്യസ്തഅദിനു കമസ്തഅദനല്ലദീന മിൻ ഖബ്ലിഹിം കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതി വല്ലാഹു അലീമുൻ ഹകീം. അതാ വഇദാ ബലഗൽ അത്ഫാലു മിൻകും വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമ എന്നല്ല നേരത്തെ പറഞ്ഞേ. പ്രായപൂർത്തി എത്താത്തവർ. ഇപ്പാരെ പറഞ്ഞ പ്രായപൂർത്തി എത്തിയവർ. നിങ്ങളിൽ നിന്ന് കുട്ടികൾ പ്രായപൂർത്തി എത്തിച്ചാൽ അയൽ അഹ്റാറു സ്വതന്ത്രന്മാരായ ആളുകൾ. അത് അവരെത്തിച്ചാൽ കുട്ടികൾ എന്തിനെ അൽ ഹുലുമ പ്രായപൂർത്തിയെ എത്തിച്ചാൽ അവർ ഫീ ജമീൽ ഔഖാത്തി എല്ലാ സമയങ്ങളിലും സമ്മതം ചോദിക്കട്ടെ. ഏതുപോലെ? അവർക്ക് മുമ്പുള്ളവരാറ് അയൽ അഹ്റാറുൽ കിബാറു വലിയ വലിയ സ്വതന്ത്രർ സമ്മതം ചോദിച്ചതുപോലെ ഓരും ചോദിക്കണം. ഇപ്രകാരം യുബയ്യിനുല്ലാഹു അല്ലാഹു വ്യക്തമാക്കുന്നു നിങ്ങൾക്ക് അവന്റെ ആയാത്തുകളെ ഹുക്മുകളെ വ്യക്തമാക്കുന്നു. അല്ലാഹു അലീമാണ് ഹക്കീമാണ്. പിന്നെ والقواعد من النساء اللاتي لا يرجون نكاحا فليس عليهن جناح أن يضعن ثيابهن غير متبرجات بزينة وأن يستعففن خير لهن والله سميع عليم. അപ്പോൾ ഇതിലെല്ലാം മനുഷ്യന്റെ പിന്നെ മാന്യതക്ക് വേണ്ട എല്ലാ നിയമങ്ങൾ പറഞ്ഞു തരുന്നില്ല. നോക്കൂ, വൽഖവാഇദു മിനൻ നിസാ പെണ്ണുങ്ങളിൽ നിന്ന് വയസ്സായവർ. ഇരുന്നവർ എന്ന് പറഞ്ഞാൽ വയസ്സായിനവർക്ക്. ആരെ പോലെ? കായതനവർ ഇരുന്നു അനിൽ ഹൈലി എന്തിനെ തൊട്ട്? ഹൈലാന്നില്ല അവർക്ക്. വൽവലതി കുട്ടിയെ തൊട്ടും എന്തായാലും കിബരിഹിൻ അവർക്ക് വയസ്സായിന്. അതുകൊണ്ട് അല്ലാത്തീന്നല്ലേ എങ്ങനത്തെ പെണ്ണുങ്ങൾ ലിദാലിക്ക് അതിനുവേണ്ടി ഒരു നിക്കാഹിനെ ആഗ്രഹിക്കുന്നൊന്നുമില്ല. അവർക്ക് അതിന്റെ ആഗ്രഹമൊന്നുമില്ല. അവരുടെ മേലില്ല, ഒരു തെറ്റുമില്ല. അവർ അവരുടെ വസ്ത്രങ്ങളെ വെക്കുന്നതിനെ തൊട്ടെന്തില്ല, തെറ്റില്ല. വസ്ത്രങ്ങൾ എന്തിനാൽ? ജിൽബാബിനാൽ അല്ലെ. ഫുൾ വസ്ത്രം, ശരീരം മൊത്തം മൂടുന്ന വസ്ത്രത്തിനാണ് ജിൽബാബ് എന്ന് പറയാം. പിന്നെ അതുപോലെ മേൽത്തട്ടം ഖിനാ എന്ന് പറഞ്ഞാൽ മുഖമൂടി അല്ലെ, മുഖം മറക്കാൻ വേണ്ടി, കൗത്ത് മറക്കാൻ വേണ്ടി. ഫോക്കൽ ഖിമാരി അതെ, മുഖമൂടിന്റെ മേലിലുള്ള വസ്ത്രം.
പിന്നെ ഗൈറ മുതബർരിജാത്തിൻ ബിസീന, ചന്തം കൊണ്ട് അവർ വെളിവാവാത്ത, അതായത് മുദ്ഹിറാത്തിൻ ബിസീന അല്ലേ, അവർ സൗന്ദര്യത്തെ വെളിവാക്കാത്തവരായ നിലക്ക്, അതായത് ചന്തത്തിൽ വരാത്തവരായ നിലക്ക് എന്നർത്ഥം. അങ്ങനെ ഖുഫിയത്തന്ന, ഖഫിയായ സൗന്ദര്യം. ഏതുപോലെ? ഖിലാദത്ത് പോലെ. അത് മാലാതിതെല്ലേക്കും അല്ലേ, ഖിലാദത്ത്, ബല, ഹൽഹാൽ, കാൽവല, ഇതിനെല്ലാം വെളിവാക്കാത്തവരാണ്. അത് മറിഞ്ഞിട്ടുണ്ടാവും, ഓർ അതിനെ സൗണ്ടാക്കിക്കൊണ്ട് വരും. വൈയസ്തഫിഫ്ന, അവർ മാന്യത കാണിക്കൽ. അതെങ്ങനെ? ബിഅല്ലായലഅനഹ, അതിനെല്ലാം അവർ വെക്കാതിരിക്കൽ കൊണ്ട്. അതായത് അതിനെ ഓപ്പൺ ആക്കണ്ട, അതിനെ മറിച്ചിട്ടേക്കട്ട്, അന്യരുടെ പറണ്ട. ഖൈറുല്ലൗന, ബയസാവട്ട് ബയസാവാതിരിക്കട്ട്, മാന്യത കാണിക്കൽ ഖൈറാണ്. വല്ലാഹു സമീഉൻ ലിഖൗലിക്കും, നിങ്ങളെ ഖൗൽ അല്ലാഹു കേൾക്കുന്നവനും, അലീമും ബിമാ ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതിനെ അറിയുന്നവനും ആണ് അല്ലാഹ്. കണ്ട പാടാക്കുന്നു.